ശബരിമല അയ്യപ്പ സേവാ സമാജം ധർമ്മ പ്രചരണം, ധർമ്മ സംരക്ഷണം, സേവ ഇങ്ങനെ 3 കാര്യങ്ങൾ ഊന്നിക്കൊണ്ട് വർഷങ്ങളായി 2008 മുതൽ അയ്യപ്പ ഭക്തർക്കിടയിൽ ശക്തമായി നിശബ്ദം പ്രവർത്തിച്ചു വരികയാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഒരു കുറ്റവും കൂടിയുണ്ട് എന്ന് ഇവിടെ നമ്മുടെ അലോക് കുമാർ മുഖർജി അടക്കം, ശശികല ടീച്ചർ അടക്കം എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. ഇത് വളരെ സത്യമാണ്. കാരണം ധർമ്മോ രക്ഷതി രക്ഷിത എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറയുന്ന തത്വം. ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ ധർമ്മം നമ്മളെയും രക്ഷിക്കില്ല. ധർമ്മം നമ്മളെയും രക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്നിപ്പോൾ നമുക്ക് വലിയ ദുഃഖം നൽകുന്ന ശബരിമല പ്രശ്നം മാത്രമല്ല, മറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും സാമ്പത്തിക ജീവിതത്തെയും അത് രക്ഷിക്കില്ല എന്നും കൂടി അതിനർത്ഥമുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ ഭക്തജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ദാരിദ്ര്യം, മറ്റു തരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും മാനസികമായ എല്ലാ ക്ലേശങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാകൃത ഭക്തിയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് ധർമ്മരക്ഷ ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ ശബരിമല അയ്യപ്പ സേവാ സമാജം ഇക്കാര്യം ഏറ്റെടുത്തുകൊണ്ടാണ് ധർമ്മ പ്രചരണവും ധർമ്മ സംരക്ഷണവും സേവയും മുഖ്യ പ്രവൃത്തിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നത്. നമുക്കറിയാം, 1900 ഇവിടെ പറഞ്ഞു കേട്ടു, 1950 വിഗ്രഹഭഞ്ജനം, 70കളിൽ വീണ്ടും അവിടെ അഗ്നിബാധയുണ്ടായി, വിഗ്രഹം തകർത്തു, നിലയ്ക്കൽ ഭൂമി സംഭവം, ഇതിനേക്കാൾ ഏറെ ദുഃഖകരമായിരിക്കുന്ന യുവതീ പ്രവേശന വിവാദം. ഈ സമയത്തെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ, ദുഃഖങ്ങളെ, കണ്ണുനീര് നമുക്ക് ഭക്തർക്ക് ഇടയിലുണ്ടായി. അമ്മമാരുടെയും വലിയ ഒരു പദസഞ്ചലനം തന്നെ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ച് അത് കേരളം മൊത്തമായി, ലോകം മൊത്തമായി വരുന്നത് കണ്ടു. അന്ന് വരെ തെരുവിലിറങ്ങാത്ത അമ്മമാരും കുട്ടികളും വൃദ്ധന്മാരടക്കം തെരുവിലിറങ്ങേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തത്വമസി എന്ന മഹാവാക്യം പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ നമ്മുടെ നേർക്ക് മാത്രം ഉണ്ടാവുന്നത്. മറ്റ് ഇതര സഹോദര മതങ്ങളിലേക്ക് ഇത്തരം ഒരു കാര്യം ചിന്തിക്കുന്നതിന്, എന്തെങ്കിലും ഒരു പ്രവൃത്തി എടുക്കുന്നതിന് ഭരണാധികാരി വർഗങ്ങൾക്കോ മറ്റു ബുദ്ധിജീവികൾക്കോ അത്തരത്തിലുള്ള ആർക്കും തന്നെ അവർക്ക് മുട്ടുവിറക്കും. കാരണം എന്താ? അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അവിടെ ഉയർന്നു വരും. അപ്പൊ ഇവിടെയും താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ മറ്റാരൊക്കെയോ കയറിയിരിക്കും എന്ന് പറഞ്ഞ അതേ കാര്യമാണ് എല്ലാ വർഷവും ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തരുടെ മനസ്സിൽ തീ കോരിയിടുന്ന വിധത്തിൽ വലിയ തരത്തിലുള്ള അതിനീചമായ നിശ്ചിതമായ തേർഡ് റേറ്റ് ആക്രമണങ്ങളാണ് നമുക്ക് നേരെ വരുന്നത്. അപ്പോൾ അതിന് മറ്റൊരു മറുവശമുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടില് മുരുകന് നേരെ കൈ ഉയർത്തി, കേരളത്തിലും തമിഴ്നാട്ടിലും ഭാരതം ഒന്നാകെ അലയടിച്ചു വരുന്ന ആ ഐശ്വര്യത്തിന്റെ ഒരു ദീപം, ആ പ്രകാശം, ആ ചൈതന്യം കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ എത്തുന്നതിന് അല്പം കൂടി പണിയെടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ തമിഴ്നാട്ടിൽ മുരുകന് നേരെ കൈ ഉയർത്തിയെങ്കിൽ ഭാരതീയ തത്വചിന്തയുടെ, ഭാരതീയ ആത്മീയതയുടെ ചൈതന്യം തമിഴ്നാട്ടിലേക്ക് കടന്നു കയറുമെങ്കിൽ അതുപോലെ തന്നെയാണ് കേരളത്തിൽ ശബരിമല അയ്യപ്പന് നേരെ കൈ ഉയർത്താൻ എന്ന് നിങ്ങൾക്ക് തോന്നിയോ അന്ന് നിങ്ങളുടെ നാശമെടുത്തു. നാരായണത്തുഭ്രാന്തന്റെ ഒരു കവിതയുണ്ട്, അതിൽ പറഞ്ഞു, ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്നൊരു ഈ പ്രേതങ്ങൾ അലറുന്ന നേരം, പേയും പിശാചും പരസ്പരം തീവട്ടി വേറി അടരാടുന്ന നേരം. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ, സാമ്പത്തിക ലോകത്ത്, സകല കാര്യങ്ങളിലും, വിദ്യാഭ്യാസം, ഏത് മേഖല എടുത്താലും ഇത്തരത്തിലുള്ള ചാരങ്ങൾ പോലും പകുത്തു തിന്നുന്ന പ്രേതങ്ങൾ അലറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഒരു അദ്വൈത പത്മം ഉണ്ടായി വരും. ആ ഒരു അദ്വൈത പത്മം കേരളത്തിലും ഒരു താമര വിരിയുന്നതിന്റെ താമസം മാത്രമേ ഉള്ളൂ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, faith is a bird which feels light before the dawn arrives. അതായത്
സൂര്യോദയത്തിന് മുമ്പ് അരുണോദയം വരുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ വിശ്വാസി സമൂഹത്തിന്റെ വേദന, പ്രവർത്തകർക്ക് ഉള്ളിലുള്ള നൈരാശ്യം, ഈ മണ്ഡല മകരവിളക്ക് കാലത്തുണ്ടായ നമ്മുടെ ഈ വേദനകളെല്ലാം തന്നെ സൂര്യോദയത്തിന് മുമ്പുള്ള അരുണോദയം മാത്രമാണ് എന്ന് കാണുന്നതിന് സാധിക്കുന്ന നിരവധിയായ ആളുകളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പൗരുഷത്തെ, നമ്മുടെ വീര്യത്തെ, നമ്മുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന യാതൊരു കാര്യങ്ങളെയും ഈ കേരളത്തിൽ അവഗണിക്കില്ല എന്ന് പറയുന്നതിനും കൂടി ഇത് കേവലം ഒരു ധർണയല്ല, ഇതൊരു ആചരണമാണ്. ആചാര പ്രഭവോ ധർമ്മ, ധർമ്മസ്യ പ്രഭുരച്യുത എന്നാണ് തത്വശാസ്ത്രം. അതുകൊണ്ട് തത്വമസി മഹാവാക്യം ഈ കാണുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ഉള്ളിലുണ്ട്. അതിനെ തൊട്ടുണർത്തുന്നതിന്, അതിനെ കത്തിജ്വലിപ്പിക്കുന്നതിന് ഇന്നത്തെ ഈ യോഗം, ഈ ധർണ, ഈ ആചരണം കാരണമാവട്ടെ എന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന് വേണ്ടി പറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഗുരുസ്വാമിയുടെ അയ്യപ്പന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വാമി ശരണം.